80 അവാർഡുകൾ വലുതും ചെറുതുമായി കരസ്ഥമാക്കിയ സുശീൽ ചേച്ചി. ചേച്ചിയുടെ 80ാമത്തെ അവാർഡ് എന്ന് പറയുന്നത് നാഷണൽ അവാർഡാണ്. ഡോക്ടർ അംബേദ്കർ പുരസ്കാരമാണ് ലഭിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 8-ാം തീയതി ആ പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ട് ചേച്ചി ഡൽഹിയിലേക്ക് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ചേച്ചിയെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ചേച്ചി ഒന്ന് എനിക്ക് പരിചയപ്പെടണം തോന്നി. അതിനൊപ്പം തന്നെ നമ്മുടെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. എന്താന്ന് വെച്ചാല് ഞാൻ ചേച്ചിയെ കുറിച്ച് ഒരു യൂട്യൂബില് ചേച്ചി ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ചേച്ചി ഒന്ന് പരിചയപ്പെടണം തോന്നി പരിചയപ്പെട്ടതാണ്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ചേച്ചി 2 ദിവസം 3 ദിവസത്തിനുള്ളിലാണ് ചേച്ചി അത്രയും ആ ഷോർട്ട് ഫിലിം ചെയ്തു എന്നുള്ളതാണ്. അത് ശരിയാണോ ചേച്ചി? അതെങ്ങനെയാ ചേച്ചി ഈ 2 ദിവസത്തിൽ ഇത്രയും ടൈമിങ്ങോട് കൂടി ചേച്ചി ചെയ്തത്? ഇതിന് മുന്നേ ചേച്ചി സിനിമ ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ? അതാ ചേച്ചി ഫസ്റ്റ് ആണ്. അപ്പൊ ഈ ഫസ്റ്റില് ചേച്ചി ഇത്രയും തന്മയത്വത്തോടു കൂടി ഇത്രയും ഒരു പ്രാവീണ്യമുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ ചെയ്തു. അപ്പൊ ഇത് എങ്ങനെ ചേച്ചി 2 ദിവസം കൊണ്ട് ഒന്ന് ഷോർട്ടായിട്ട് പറയാമോ ചേച്ചി? എനിക്ക് ആൽബം ചെയ്തിട്ടുണ്ട്, ഡിവോഷണൽ ആൽബം 6 ആൽബം ചെയ്തു. അത് ചെയ്തുള്ള പ്രാക്ടീസേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ഞാൻ തന്നെ സ്ക്രിപ്റ്റും ലിറിക്സും ഡയറക്ഷനും എല്ലാം ചെയ്തതാണ്. അതിങ്ങനെ ഒരു ദിവസം മനസ്സിൽ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. പത്മനാഭസ്വാമിയെ കുറിച്ച് അറിയണം. അത് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് പത്മനാഭസ്വാമിയുടെ അമ്പലമായിട്ട്. അങ്ങനെ ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം പാട്ട് എഴുതി തബ്രാട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു. വലിയ തബ്രാട്ടി, കുറച്ച് തബ്രാട്ടി ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ കൊണ്ടുപോയി രണ്ടുപേരും കാണിച്ചു. ആ പാട്ട് കാണിച്ചപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, അതിൽ ഒരു വരി കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നരസിംഹമൂർത്തിയുടെ പേര് വന്നിട്ടാണ് കൊച്ചു തബ്രാട്ടിക്ക് സങ്കടം വന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് ആ പാട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ നരസിംഹമൂർത്തിയുടെ പേരും കൂടെ ചേർത്ത് പാട്ട് എഴുതി. എന്നിട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അത് പാലക്കാടുള്ള വിജയ് ചെമ്പത്താണ് പാട്ട് സംഗീതവും ആലാപനവും ചെയ്തത്. ആ പാട്ട് ഒന്ന് ഞാൻ തബ്രാട്ടിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പാട്ട് തിരുവേദിയൊക്കെ ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ട് പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പം ആ പാട്ട് നല്ലതാണെന്ന് തോന്നിയപ്പോൾ എനിക്കതിൻ്റെ വിഷ്വൽ എടുക്കണം എന്ന് തോന്നി. അപ്പം ഞാനിങ്ങനെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നടക്കും അതെങ്ങനെ എടുക്കാം. അതിനൊരു വിഷ്വല് മാത്രം എടുത്താൽ പത്മനാഭസ്വാമിയുടെ ഒരു മഹത്വവും ലോകം മുഴുവനും എത്താനായിട്ട് അത്ര എളുപ്പം നടക്കില്ല. അപ്പൊ എനിക്ക് ഒത്തിരി പത്മനാഭസ്വാമിയെ കുറിച്ചുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ എല്ലാ സ്വർഗവാതിൽ ഏകാദശിക്കും പത്മനാഭസ്വാമിയെ കാണാൻ പോകും. 40 വർഷം കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ച് ഒരു ദിവസം 3 മണിയാകുമ്പോൾ ഞാൻ എന്നും ഉണരും. 3 മണിക്ക് ഉണർന്ന് ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് എൻ്റെ മനസ്സിൽ സ്വാമി തോന്നിച്ചതായിരിക്കാം സ്വാമിയെ കുറിച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ. ഷോർട്ട് ഫിലിം എടുത്ത് പരിചയമില്ല. എന്നിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്റ്റോറി ഞാൻ എഴുതി. സ്റ്റോറി എഴുതിയിട്ട് സ്ക്രിപ്റ്റ് ആക്കണം. സ്ക്രിപ്റ്റ് ആക്കി പരിചയമില്ല. എന്തായാലും ഞാൻ കരുതി ഇതിനെ സ്ക്രിപ്റ്റ് ആക്കി നോക്കാം. അങ്ങനെ ഞാൻ എന്നെ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഞാനതിൽ ഓരോ വ്യക്തികളെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എനിക്ക് വേണ്ടപ്പെട്ട കുറേ നല്ല വ്യക്തികൾ, അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി.
എഴുതിയപ്പം അറിഞ്ഞപ്പോ എന്റെ കൂട്ടുകാർക്ക് 2-3 പേർക്ക് വീണ്ടും അവർക്കും കൂടി ഇതിൽ വേണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ സ്ക്രിപ്റ്റ് 6 പ്രാവശ്യം തിരുത്തി 6ാമത്തെ പ്രാവശ്യമാണ് ഫൈനൽ സ്ക്രിപ്റ്റ് റെഡിയാക്കിയത്. അപ്പൊ അത് ആദ്യം 15 മിനിറ്റ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അത് എഴുതി വന്നപ്പോൾ അത് 32 മിനിറ്റായി. ആ സ്ക്രിപ്റ്റ് എഴുതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് സ്ക്രിപ്റ്റ് ഞാൻ അത് ശ്രീകണ്ഠ സാറിനെ വിളിച്ച് സാർ വീട്ടിൽ വന്നു. സാർ ഇവിടെ ജഗതിയുടെ വീട്ടിൽ വന്നു. ശ്രീകണ്ഠ സാർ എന്ന് പറയുമ്പോ സാർ ആ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ സാർ പറഞ്ഞു വളരെ നന്നായിട്ട് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഞാനതിൽ ആചാര്യനായിട്ട് സാറിന്റെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. പിന്നെ അതുപോലെ സാറിന്റെ ശിഷ്യനായിട്ട് ജയകൃഷ്ണ സാറിന്റെ മനസ്സിൽ കണ്ട എഴുതി. അങ്ങനെ എഴുതി എന്റെ ഫ്രണ്ട്സ്, എന്റെ വലയത്തിലുള്ള കുറെ നല്ല വ്യക്തികളെല്ലാം അതിനകത്ത് ഏകദേശം 75ഓളം പേര് അതിനകത്ത് ഉൾപ്പെട്ടു. അപ്പൊ ഈ 75ഓളം പേരെയും ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് ഇത് വല്ലാത്തൊരു കഴിവ് തന്നെയാ ചേച്ചിക്കുള്ളത്. കാരണം 75 പേരെ അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി കൂടെ തന്നെ 5-6 പേരായി നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ചില അവസരങ്ങൾ തോന്നും. പക്ഷെ ചേച്ചി ഷോർട്ട് ഫിലിം എടുക്കാൻ ഈ 75ഓളം പേര്, കാരണം അവരുടെ കോസ്റ്റ്യൂം നോക്കണം, അവരുടെ ഫുഡ് നോക്കണം, അവരുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ചേച്ചി 2 ദിവസത്തിൽ ഈ 32 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം എടുക്കാന്ന് വെച്ചാൽ അതാണ് എനിക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടണം തോന്നിയത്. ഞാൻ പരിചയപ്പെട്ടത് അപ്പൊ അത് മനസ്സിലായി ചേച്ചിക്ക്. അതെന്ന് എല്ലാം ചേച്ചി ഷെഡ്യൂളായി ചെയ്തതാണ് ചേച്ചി വിജയിക്കാൻ കാരണം. ഇതിനകത്ത് ചേച്ചി വല്ലാതെ പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ്. ചേച്ചി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കോതറായിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി അല്ലേ. പിന്നെ ഇതിനകത്ത് ഞാൻ നോക്കുമ്പോ ചേച്ചി കൂടുതലും ഭക്തി മാർഗത്തിലൂടെയാണ് ചേച്ചി ചെയ്യുന്നത്. അത് ചേച്ചി ഒട്ടുമുക്കാൽ ഇതിനകത്തും ഞാൻ കാണുന്നത് ചേച്ചി ഓരോ അമ്പലങ്ങളെ അല്ലേ, അതായത് ആ അമ്പലങ്ങളെ കുറിച്ച് ചേച്ചി നല്ലോണം പഠിക്കുന്നു. ഞാനത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു പഠിച്ചിട്ട് ചേച്ചി സ്വന്തമായിട്ട് അതിനെ വെച്ചിട്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഭക്തിയുടെ മാർഗത്തിൽ എന്ന് പറയുമ്പോ ഇപ്പൊ ചേച്ചി എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തത് സാധാരണ നമ്മുടെ സാഹിത്യ ലോകത്തെ ആൾക്കാരെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചേച്ചിയും വിചാരിച്ചു വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ചേച്ചിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ എനിക്ക് തോന്നിയത് ഒരു സാഹിത്യകാരി എന്നതിലുപരി ചേച്ചി വല്ലാത്തൊരു ഭക്തി മാർഗത്തേക്ക് പോകുന്ന ഒരാളാണ്. അപ്പൊ ഈ ഭക്തി എന്ന് പറഞ്ഞ ചേച്ചിക്ക് വളരെ കുഞ്ഞിലേ ഉള്ളതാണോ, അത് ചേച്ചി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു വഴിയിലേക്ക് പോകുന്നത്. അങ്ങനെയാണോ ഭക്തിയായത്? അത് കുഞ്ഞിലേ ചേച്ചി ഭക്തിയാണോ, അതിന്റെ കുടുംബ പാരമ്പര്യമായി കിട്ടിയ ഭക്തിയാണോ, എങ്ങനെയാണോ ഒന്ന് പറയാമോ ചേച്ചി? എന്റെ ഭക്തി എനിക്ക് 3 വയസ്സുള്ളപ്പോ തൊട്ടേ തുടങ്ങിയതാണ്. എന്റെ അച്ഛന്റെ അമ്മയും അച്ഛനും എന്റെ അമ്മയും അമ്മാമ്മയും അവര് 4 പേരും അതിന്റെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛമ്മ വെളുപ്പിനെ കഴിച്ച് രാമായണവും ഗീതയും വായിക്കുന്ന ഒരാളാണ്. എന്നിട്ട് രാത്രി കിടക്കുമ്പോഴും പുരാണ കഥകളെല്ലാം 3 വയസ്സിലേക്ക് പറഞ്ഞു. അപ്പൊ അന്നേ വിക്രമാദിത്യനും വേതാളവും രാമായണവും ഭാരതയുദ്ധവും എല്ലാം ഭീമനും എല്ലാം എന്റെ മനസ്സിൽ ഇങ്ങനെ ശിവനും പാർവതിയും കൈലാസവും. ഈ കൈലാസ കേരളം എന്നുള്ള വേർഡ് എനിക്ക് 3 വയസ്സിൽ കിട്ടിയതാണ്. കൈലാസം എന്നുള്ള വേർഡ് 3 വയസ്സിലെ എന്റെ മനസ്സിൽ പതിഞ്ഞ് എനിക്ക് കൈലാസത്ത് പോകണം എന്ന് ചെറുതിലേ ഞാൻ എന്റെ അമ്മയോട് പറയുകയാണ്. പിന്നെ അമ്മയാണ് പാട്ടില് അമ്മയുടെ അമ്മ പാടും. പിന്നെ അമ്മ റേഡിയോ എപ്പോഴും പാട്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ റേഡിയോയിലെ പാട്ട് അമ്മ വെളുപ്പിനെ 5:30 റേഡിയോ ആ പാട്ട് കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ എനിക്ക് പാട്ടിനോടുള്ള ഇഷ്ടം കുഞ്ഞിലേ അതായിരുന്നു. ആകാശവാണിയിലെ പാട്ട് കേട്ട് വളർന്നത്. എന്നിട്ട് ഈ പുരാണങ്ങളോടുള്ള ഇഷ്ടവും എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയും എല്ലാ അമ്പലങ്ങളിലും ഉത്സവത്തിന് എന്നെ കൊണ്ടുപോകും. കഴക്കൂട്ടത്തെ മഹാദേവ ക്ഷേത്രത്തില് 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികൾ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ എന്റെ കുഞ്ഞുകാലത്തെ അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയും പായും കൊണ്ടുപോകും. അന്ന് പാ കൊണ്ടുപോയിട്ട് 6 മണിക്ക് കഥകളി തുടങ്ങും. ഈ 6 മണിക്കുള്ള കഥകളിക്ക് അവരുടെ കൂടെ ഇരുന്ന് 2 അമ്മമ്മമാരുടെയും കൂടെ ഇരുന്ന് ഞാനും കഥകളി കാണും. വെളുപ്പിനെ 6 മണി വരെ ഈ 3 വയസ്സിൽ ഞാൻ ഇരുന്ന് കഥകളി കണ്ടിട്ടുണ്ട്. എനിക്കത് ഇന്ന് നല്ല ഓർമ്മയുണ്ട്. അന്ന് പിന്നെ നമ്മുടെ കാതികനുണ്ടല്ലോ, നമ്മുടെ സാംബശിവന്റെ 4-5 കഥാപ്രസംഗമാണ് അന്ന് അമ്പലത്തില്. അപ്പൊ ഇതെല്ലാം കാണാൻ പോകും. അപ്പൊ പഴയ ഒതല്ലോയും
റോഡ്രിഗോയും ഒക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഷേക്സ്പിയറിന്റെ ഷേക്സ്പിയറിന്റെ മുഴുവൻ കഥകളൊക്കെ കഥാപാത്രങ്ങളും 3 വയസ്സിലേ ഞാൻ കേട്ടാണ് കാണുന്നത്. പിന്നെ ഈ പിന്നെ കഥകളി എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് അച്ഛന്റെ അമ്മ അത് പറഞ്ഞു തരും. അച്ഛന്റെ അമ്മയ്ക്ക് അതെല്ലാം അറിയാം. അത് അർജുനൻ വരുന്നു, കീചകം വരുന്നു എല്ലാം എനിക്ക് പറഞ്ഞു തരും. അപ്പൊ അതെല്ലാം ഞാൻ ചെറുതിലേ തന്നെ എന്റെ മനസ്സിൽ പതിഞ്ഞ പാഠങ്ങളായിരുന്നു. അതാണ് ചേച്ചി ഇങ്ങനെ എനിക്കും അതിനോട് ഇഷ്ടം വന്ന് സ്കിൽഡാ ചേച്ചി മാറാൻ കാരണം അതാണ്. ഓക്കെ ചേച്ചി, കാരണം നമ്മൾ പറയാറുണ്ടല്ലോ ബേസ് എന്താണോ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളത്. ഇപ്പൊ മനസ്സിലായി ചേച്ചി ജനിച്ചത് തന്നെ ഒരു സാഹിത്യവാസനയുള്ള അല്ലെങ്കിൽ സാഹിത്യത്തെ സ്വീകരിക്കുന്ന ഒരു ഫാമിലിക്കകത്താണ്. അപ്പൊ അത് ആ സാഹിത്യത്തോളം തന്നെ ഭക്തിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാമിലിക്കകത്ത് ചേച്ചി ജനിച്ചു എന്നുള്ളതാണ് ചേച്ചിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ഓക്കെ ചേച്ചി, പിന്നെ ഞാൻ ഈ ഷോർട്ട് കണ്ടപ്പോ എനിക്ക് ഷോർട്ട് ഫിലിം കണ്ടപ്പോ അതിനകത്ത് പറയുന്ന ഒന്ന് എനിക്ക് എന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചു. അതായത് നരസിംഹമൂർത്തിയുടെ ആ ഭാഗം എന്തോ പറയുന്നുണ്ട്, അർദ്ധരാത്രികളിൽ ചങ്ങലയും കിലുക്കി അതിനകത്ത് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഷോർട്ട് ഫിലിം ചേച്ചി വാസ്തവത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ ഷോർട്ട് ഫിലിം നടന്ന സംഭവമാണ് ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഈ രാത്രി കാലങ്ങളിൽ അതിനകത്ത് ചങ്ങല കിലുങ്ങിയിട്ട് നമ്മുടെ നരസിംഹാവതാരം എടുത്ത ആ ഒരു നരസിംഹമൂർത്തി വരുന്ന കാണിക്കുന്നുണ്ട്. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് ചേച്ചി? അത് അവിടുത്തെ അമ്പലത്തിലെ പല ആൾക്കാരും പറഞ്ഞാണ് ജോലിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും രാത്രി ചങ്ങല കിലുക്കാൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കഥയാണ്. പക്ഷെ അത് പുറം ലോകത്തുള്ളവർക്ക് അത്ര അറിഞ്ഞുകൂടാ. കൊട്ടാരത്തിലുള്ള തമ്പുരാട്ടിമാർക്കും അമ്പലത്തിലെ ജോലിക്കാർക്കും പോലീസുകാർക്കും അവിടുത്തെ ജോലിയുള്ള എല്ലാവർക്കും അറിയാം, സത്യം അറിയാം. പക്ഷെ പുറത്തു വരാൻ പാടില്ലല്ലേ? പണ്ടെങ്കിലും എന്റെ അമ്മാവ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവികമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയുവാണെങ്കിൽ നമ്മൾ പുറത്തു വരാൻ പാടില്ല എന്ന് പറയാം. ഓക്കെ ചേച്ചി, അപ്പൊ അത് ഉള്ള സത്യമാണെന്ന് മനസ്സിലായി. അപ്പൊ അതവിടെ നിൽക്കട്ടെ ചേച്ചി, എനിക്ക് ചേച്ചിയെ കുറിച്ച് നിന്റെ വാക്ക് അറിയണം. ചേച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് 2 മക്കളാണ്. എന്താ ചെയ്യുന്നത്? എനിക്ക് എന്റെ മകൻ ഹിന്ദു പത്രത്തില് ജേർണലിസ്റ്റാണ്. മകള് MBA കഴിഞ്ഞു അലയൻസ്. മരുമകള് ഡെന്റിസ്റ്റാണ്. ഹസ്ബൻഡ് ഹിന്ദുവിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പം പുള്ളി ചെറിയ ചെറിയ ബിസിനസ്സുമായിട്ട് നടക്കുക. ശരി, ഓക്കെ ചേച്ചി. അപ്പോ ചേച്ചിയുടെ അമ്മ എന്റെ കൂടെ ഉണ്ട്. ചേച്ചിയുടെ കൂടെ അച്ഛൻ മരിച്ചു. അപ്പൊ അമ്മയെ കൈവിട്ടിട്ടില്ല. എപ്പോഴും ചേച്ചിക്ക് ഒരു താങ്ങായി അല്ലേ? പണ്ടേ ആകാശവാണിയിൽ അല്ലേ പാട്ടുകൾ കേൾപ്പിച്ച് മകളെ ഒരു വല്ലാത്തൊരു സംവിധായികയുടെ അല്ലെ, ഒരു നിർമ്മാതാവിന്റെ, പിന്നെ എന്താ ഒരു കഥാകാരിയുടെ, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒക്കെ ഭാഗത്തിലേക്ക് എത്തിക്കാൻ മുമ്പേ കൊണ്ടുവന്ന് അമ്മയുടെ കൈ കൊടുത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ചേച്ചി. അപ്പൊ ആ അമ്മയുടെ ഒരു അല്ലെ അമ്മയായിരുന്നു ചേച്ചിയെ ഈ ഒരു രംഗങ്ങളുടെ ഇതുമായിട്ട് നല്ല ബന്ധമാണ്. പാട്ട് പഠിച്ചിട്ടില്ലാത്ത എന്റെ അറിവിൽ സുശീല ചേച്ചി എന്ന് പറഞ്ഞ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ചേച്ചി പാട്ട് എഴുതുന്നു, പാട്ട് സംവിധാനം ചെയ്യുന്നു, അത് പാടും ഒക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ അമ്മയുടെ അല്ലെ അമ്മ തന്ന ആ ഒരു പ്രാവീണ്യമാണ് ചേച്ചി. അച്ഛനും കവിത, നല്ല ഭാഷാന്റെ കവിതയൊക്കെ അച്ഛൻ പാടുന്നതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അച്ഛന് നല്ല കവിത പാടും. ചേച്ചി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? 2 സിനിമയിൽ ഏതൊക്കെ സിനിമയാണ്? ഒന്ന് കൈലാസത്തിലെ അതിഥി, IAS ജയകുമാർ സാറിന്റെ ഒരു സാറ് തന്നെ എഴുതിയ ഒരു നോവലിന്റെ സിനിമയാണ്. അതില് അതിഥിയായിട്ടുള്ള ശരിക്കും ടൈറ്റിൽ റോള് ചെയ്തത് എന്റെ മകളുടെ മകൻ കാർത്തിക് സച്ചിൻ. അപ്പൊ കാർത്തിക് സച്ചിന്റെ കൂടെ കാർത്തിക് സച്ചിൻ ഒരു വിഷമിക്കുന്ന ഒരു കുട്ടിയായിട്ടുള്ള ഒരു സീനാണ് അവനതിൽ. അവന്റെ അമ്മയും അച്ഛനും അടുത്തില്ലാതെ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് അവൻ രാത്രി സ്വപ്നത്തില് ഒരു ഗാർഡിയൻ ഏഞ്ചല് വന്ന് അവനെ ഉപദേശിക്കുന്നതായിട്ട് അവന്റെ സ്കൂളിലെ കന്യാസ്ത്രീയാണ്. അപ്പൊ ആ ഒരു റോളാണ് ഞാൻ ചെയ്തത്. കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ്. അപ്പോ ഈ കാർത്തികിനെ കുറിച്ച് പറയുമ്പോ, കാർത്തിക് എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട കുട്ടിയെ വിചാരിച്ചു. കാരണം നമ്മൾ എന്താ പറയാ, ഇപ്പോഴത്തെ ഈ ഇത്ര കുഞ്ഞിലെ തന്നെ അവൻ എഴുതിയ ഒരു കവിത ഞാൻ വായിച്ചു അല്ലേ. കാരണം ആ കവിത വായിക്കുമ്പോൾ സാധാരണ കവിതകൾ വായിക്കാറുണ്ട്, തീമുണ്ട്. പക്ഷെ ഈ കവിത ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ എനിക്ക് സച്ചിനിലേക്ക് ഒരു ആകർഷണം വന്നെന്നറിയാവോ. അവൻ ചേച്ചിക്കൊപ്പം, അവന്റെ അമ്മയ്ക്കൊപ്പം, അവന്റെ അമ്മൂമ്മയ്ക്കൊപ്പം അല്ലെ, എല്ലാവർക്കൊപ്പം വല്ലാതെ വാത്സല്യം നുകർന്ന് ഏകാന്തത എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന കുട്ടിയാണ്. പക്ഷെ എങ്കിലും അവൻ എനിക്ക് എഴുതുന്ന കവിതയിൽ, ആന്റി ഈ കവിത നോക്കും തന്ന കവിതയ്ക്കകത്ത് അവൻ മൊത്തത്തിൽ പറഞ്ഞ ഏകാന്തതയെ കുറിച്ചാണ്.
അത് അവന്റെ അച്ഛനില്ലാത്ത വിഷമം അല്ല ചേച്ചി, അച്ഛൻ അങ്ങ് ദുബായിലാണ്. ഇല്ല, കാരണം ആ വിഷമമല്ല അതിനകത്ത് കാണുന്നത്, അവൻ ഏകാന്തത അതിനകത്ത് മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്കത് വിഷമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കവിത. ഇതല്ല, ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളുടെ വിഷമം, അതാണ് അവൻ അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നിയപ്പോ അവന്റെ ഉള്ളിലെ ആ ഒരു സർഗാത്മകത എന്ന് പറയാം, അവൻ അനുഭവിക്കാത്ത ഒരു ഫീലിംഗ്. ഒരുപക്ഷെ എനിക്കൊന്ന് അവന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞ ഒരു കഥ കേട്ടാവാമോ എഴുതിയത് അല്ലേ. അപ്പൊ അത്രത്തോളം നല്ലൊരു കഴിവുള്ളൊരു കുട്ടിയാണ് കാർത്തിക് സച്ചിൻ. അപ്പൊ അതെനിക്ക് വല്ലാത്തൊരു ഇതുണ്ട്. പൊളിറ്റിക്സ് ഒരിക്കൽ ജനങ്ങൾക്കിടയിലേക്ക് അവനെ ഒന്ന് പുസ്തകത്തിന് അവൻ നല്ലതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ അച്ഛനെ കുറിച്ച് തന്നെ അവൻ ആദ്യം കവിത എഴുതി. അച്ഛൻ ദുബായിലായതുകൊണ്ട് അവന് ഒരു വയസ്സുള്ളപ്പോഴേ അവന്റെ അച്ഛനോട് ഭയങ്കര പ്രേമിയാണ്, അവന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛനെ കുറിച്ച് തന്നെ അവൻ ഒരു വയസ്സിൽ തന്നെ അവൻ പല കാര്യങ്ങളും പറയുമായിരുന്നു. 3 വയസ്സിൽ അവന്റെ അച്ഛനെ കുറിച്ച് അവൻ കവിത എഴുതി. അതെ, അവൻ കവിത എഴുതി. 3 വയസ്സ് തൊട്ട് അവൻ കവിത എഴുതി. അതിന് അവൻ എഴുതാൻ അറിഞ്ഞുകൂടാ, പറഞ്ഞു തരും, ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് കവിതകളെല്ലാം അവൻ സ്വന്തമായിട്ട് കഥയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത പുസ്തകം ഉടനെ ഇറങ്ങട്ടെ. അവൻ എഴുതുന്ന മിക്കവാറും കവിതകളൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരാറ്, ഞാൻ വായിക്കാറുണ്ട്. ശരി ചേച്ചി, അപ്പൊ അതാ ചേച്ചിയെ കുറിച്ച് എനിക്ക് വല്ലാത്തൊരു അഭിമാനമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം എല്ലാ സ്ത്രീകളെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല കേട്ടോ, തുറന്നു പറയാൻ. കാരണം ചേച്ചി ഇത്രയും ഒരു കഴിവുണ്ടായിട്ടും ചേച്ചിയുടെ ആ ഒരു ഡ്രസ്സിങ്ങില്, ചേച്ചിയുടെ ആ മേക്കപ്പിലൊക്കെ ഒരു ലാളിത്യം, ഒരു സിമ്പിൾനെസ് ഉണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഒന്നും ഇല്ലാതിരിക്കുന്നവർ പോലും കാണിക്കുന്ന ആ ഒരു ഡ്രസ്സിങ്ങിന്റെ എന്താ പറയുക, നമ്മുടെ ആ ഒരു വൃത്തികെട്ട ഒരു രീതി അല്ലേ, ഒന്നും ചേച്ചി ഞാൻ കാണുന്നില്ല. അപ്പൊ എനിക്ക് ചേച്ചി വല്ലാത്തൊരു ഇഷ്ടമുണ്ട്, ആ ഒരു വിഷയത്തിൽ ഇഷ്ടമുണ്ട്. എന്തായാലും പൊളിറ്റിക്സ് കേരളയ്ക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ ചേച്ചി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ, ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ ചേച്ചി കഴിയട്ടെ. അപ്പം ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതൊക്കെ പറയുമ്പോഴും ചേച്ചിയുടെ കുറേ പുസ്തകങ്ങളുണ്ട് അതിനകത്ത്. മറ്റേ കാവ്യമാലിക എന്ന് പറയുന്ന പുസ്തകം ചേച്ചി അത് ഓതറായി ചെയ്തതാണോ? എന്താണ് കാവ്യമാലിക ചേച്ചി? ഒത്തിരി 20 പുസ്തകത്തോളം ഞാൻ എന്റെ കഥയും കവിതയും ഓതറായിട്ട് ചെയ്തു. അപ്പൊ അതിലൊരു കവിതാ സമാഹാരമാണ് കാവ്യമാലിക. അതാണ് കാവ്യമാലിക കവിതാ സമാഹാരം. അതുപോലെ തന്നെ പെണ്ണെഴുത്ത്, അതുപോലെ പെണ്ണെഴുത്ത് പറഞ്ഞപ്പോ ഞാൻ വിട്ടു. അതുപോലെ ചേച്ചിയുടെ മറ്റൊന്ന് ആകാശം പെയ്ത നക്ഷത്രപ്പൂക്കൾ, അത് മയൂഖം എന്നൊരു സംഘടനയുണ്ട്. ഓരോ സംഘടനക്കാരും അവർ ഓരോന്ന് ചെയ്യുമ്പോഴും എന്നെ വിളിക്കും. ചേച്ചിയുടെ ഒരു അപ്പൊ അത്തരത്തിൽ ചേച്ചി 20ഓളം പുസ്തകങ്ങൾ ചേച്ചി ചെയ്തു അല്ലേ? അതുപോലെ ശ്രീരഞ്ജിനി എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ കമുകറ സാറിന്റെ മകളും മരുമകനുമാണ്. മകളും മരുമകനും ശിവസാറുമാണ് അത് നടത്തുന്നത്. അപ്പൊ അതിൽ അവര് പുസ്തകം ഇതുപോലെ ഇറക്കാൻ സമയത്ത് അതിലൊരു കഥ എന്റെ ചേച്ചി എത്ര പുസ്തകം മൊത്തത്തിൽ എഴുതുന്നു? ചേച്ചിക്ക് സ്വന്തമായിട്ട് ഞാൻ സ്വന്തമായിട്ട് 3 പുസ്തകങ്ങൾ റിലീസ് ചെയ്തു. ആദ്യത്തെ കവിതാ സമാഹാരം ഇത്. ഈ പുസ്തകം റിലീസ് ചെയ്യാൻ ആദ്യമായിട്ട് തമ്പുരാട്ടിയാണ് അതിന് അവതാരികയും. അപ്പൊ തമ്പുരാട്ടിയുടെ അവതാരികയും മധുസാറിന്റെ വീട്ടില്, പത്മശ്രീ മധുസാറിന്റെ വീട്ടിൽ വെച്ച് ആണ് ഈ പുസ്തകം റിലീസ് ചെയ്തത്. അപ്പൊ അന്ന് അത് റിലീസ് ചെയ്തപ്പോ തന്നെ ഒത്തിരി ആൾക്കാരെല്ലാം ആ പുസ്തകം ഇഷ്ടപ്പെട്ടു. ഞാനത് 500 കോപ്പി അടിച്ചു. 500 കോപ്പിയും ഞാനത് എന്റെ ഫ്രണ്ട്സിനും എനിക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുസ്തകം ഒരു കഥാസമാഹാരമായിരുന്നു. അത് ഒരു നല്ലൊരു കഥാസമാഹാരമാണ്. അത് മുകളിൽ ലൈബ്രറി. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ പുസ്തകം ഇപ്പം കഴിഞ്ഞ സായി ഗ്രാമത്തിൽ വെച്ച് റിലീസ് ചെയ്ത പുസ്തകമാണ്. അത് അണയാത്ത നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. ഇത് 27 ഞാൻ കണ്ട നല്ല വ്യക്തികളെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ കണ്ടത് ഒത്തിരി പേരുണ്ട്, പക്ഷെ 27 വരെ എനിക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്റെ കൂട്ടുകാരും എനിക്ക് വേണ്ടപ്പെട്ട, ഞാൻ ഇഷ്ടപ്പെട്ട 27 വ്യക്തികൾ. അതായത് പണത്തെ സ്നേഹിക്കാതെ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന 27 വ്യക്തികളെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അതിനകത്ത് മധുസാറ്, തമ്പുരാട്ടിമാര്, അതുപോലെ തന്നെ കുമ്മനം സാറ്, പിന്നെ അതില് നമ്മുടെ പ്രഭാവർമ്മ സാറ്, ജയകുമാർ IAS, വിനോദ് വൈശാഖി, പിന്നെ മധുസൂദനൻ നായർ. മധുസൂദനൻ നായർ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. സാറ് ഞാൻ കടക്കുത്താണ് ജനിച്ചു വളർന്നത്. തുമ്പ സെന്റ് ജെവിയർസ് കോളേജിൽ എന്നെ മലയാളം പഠിപ്പിച്ച സാറാണ്. സാറാണ് എന്നെ മലയാളത്തോട് ഇത്രയും
പഠിച്ചത്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ മലയാള കവിതയൊക്കെ എഴുതി തുടങ്ങിയെങ്കിലും പ്രീ ഡിഗ്രിക്ക് സെന്റ് സേവിയർസ് കോളേജിൽ സാറിന്റെ മലയാളം ക്ലാസ്സിൽ ഇരുന്ന് സാറിന്റെ കവിത നാരായണത്വ ഭ്രാന്തൻ കേട്ടപ്പോൾ തൊട്ടാണ് ഈ കവിതയോടുള്ള ഒരു ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചത്. പിന്നെയാണ് ശരിക്കും അങ്ങോട്ട് കവിത എഴുതാൻ ഈ മധുസൂദന സാറിനെ പറയുമ്പോ എനിക്ക് ഒരു ശകലം പറയാനുണ്ട്. എന്താ അറിയോ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ മലയാളം ഡിപ്പാർട്ട്മെന്റില് കൊച്ചുങ്ങളൊക്കെ അന്നത്തെ കുട്ടികളൊക്കെ ഫംഗ്ഷൻ വെക്കുമല്ലോ. അപ്പോൾ അവരുടെ ഏതോ ഒരു ഫംഗ്ഷന് ഞാൻ സാധാരണ മിക്കവാറും സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോകും. കാരണം ഞാൻ സാൻസ്ക്രിറ്റ് സെക്കൻഡ് ലാംഗ്വേജ് ഡിഗ്രിക്ക്. അപ്പൊ ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഇവരുടെ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ സമയത്ത് അവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഇവരുടെ ഈ വട്ടമേശ സമ്മേളനം പോലെയൊക്കെ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വാസ്തവത്തിൽ മധുസൂദന സാറിനെ അറിയില്ല, സത്യമല്ല. അപ്പോ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും പെൺകൊച്ചുകൾ വിളിച്ചു, ചേച്ചി വാ ചേച്ചി നമുക്ക് സാറിന് ഇപ്പൊ ഫോട്ടോ എടുക്കാമെന്ന്. അന്ന് നമ്മുടെ എന്താ പറഞ്ഞത്, ഞാൻ മറന്നുപോയി ആ കുട്ടിയുടെ പേര്. ഞാൻ എന്റെ കഥാസമാഹാരങ്ങളില് 2ാമത്തെ കഥയായിട്ട് അവന്റെ കഥയാണ് ഞാൻ എഴുതുന്നത്. അപ്പോ ഇപ്പൊ പേര് മറന്നു പോകുന്നു ഞാൻ. പേര് മറന്നു പോകുന്നു. അപ്പൊ എന്താ ബാലു വിളിക്കുകയാണ്, ജാണി ഗോപാ നമുക്ക് അതെ അതെ അത് തന്നെ. അപ്പോ ഞാൻ സാധാരണ ഞാൻ ആർക്കൊക്കെ ഫോട്ടോ എടുക്കാം. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രൈസ് എടുക്കാറില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ബാലു വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പെൺകൊച്ചുങ്ങൾ വിളിച്ചപ്പോഴും പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് സാറിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് എപ്പോ മനസ്സിലായെന്ന് അറിയോ, ചേച്ചിക്കൊപ്പം ഞാൻ മധുസൂദന സാറിന്റെ അടുത്ത് പോയി അല്ലേ, കൊടുക്കാൻ പോയപ്പോ നമ്മൾ 27 നക്ഷത്രങ്ങൾ കൊടുക്കാൻ പോകുമ്പോ ഞാൻ സാർ ഞാൻ ഫോട്ടോ എടുത്തോടെ ഞാൻ ചോദിച്ചു അല്ലേ. ഇപ്പൊ സാർ എന്താ പറഞ്ഞത്, വെയിറ്റ് ടൈം ആയിട്ടില്ല അല്ലേ. അന്ന് ഞാൻ പറഞ്ഞത് സാർ ഇന്ന് ഓർക്കുന്നു എന്ന് എനിക്ക്, പക്ഷെ അന്ന് എനിക്ക് അറിയില്ല വാസ്തവത്തിൽ ഇത് മധുസൂദന സാറാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ ചേച്ചി പറഞ്ഞ കവിതകളൊക്കെ ഒരുപാട് കവിതകൾ വായിക്കുന്ന ആളാണ്. പക്ഷെ അറിയാനിട്ടാ ഞാനത് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അത് ഞാൻ ചേച്ചി പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മയിൽ വരികയാണ്. മലയാളം ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്യാതിരിക്കുന്ന ഒരേ ഒരു ക്ലാസ്സാണ്. പിന്നെ ഹിന്ദി പോരാഞ്ഞിട്ട് ഹിന്ദി പഠിക്കുന്ന കുട്ടികളും അവരുടെ ഹിന്ദി ക്ലാസ് കട്ട് ചെയ്തിട്ട് മലയാളം ക്ലാസ്. പിന്നെ പല കുട്ടികളും കടപ്പുറത്ത് പോയി ഇരിക്കുന്ന കുട്ടികളാണ്. അവിടെ കടപ്പുറമുണ്ട്, നല്ല സീനറിയാണ് സെന്റ് സേവിയർസ് കോളേജ്. അതില് ഈ കുട്ടികൾ കടപ്പുറത്ത് പോയി ഇരിക്കാതെ എല്ലാവരും സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ സീറ്റ് ഇല്ലാതെ ബാക്കിൽ നിന്ന് വരെ സാറിന്റെ പാട്ട് ഭയങ്കര ക്ലാസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യാത്ത. പക്ഷെ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായി. സാറിന്റെ മനസ്സിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ഇപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഫോട്ടോ ചോദിച്ചപ്പോഴേ സാർ പറഞ്ഞില്ലേ ടൈം ആയിട്ടില്ല, നമുക്ക് ഈ ദിവസം പോയി എടുക്കാം, സാറിന് മാപ്പ് പറയാം. കാരണം ഞാൻ അപ്പോഴൊക്കെ എന്റെ കൂടെ എല്ലാവർക്കും പറഞ്ഞു ഞാൻ ആർക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കാത്ത എടുക്കുന്ന ഒരാളല്ല. ഇപ്പൊ എന്തോ ഞാനിപ്പോ ഈ സാഹിത്യ രംഗത്തേക്ക് വന്നതിന് ശേഷം കുറച്ചൊക്കെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഞാൻ സാറ് എന്റെ അടുത്ത് കോളേജ് പഠിച്ചപ്പോ പറഞ്ഞു കഥാ സമാഹാരം ഇറക്കണം, മലയാളം മെയിൻ എടുത്ത് പഠിക്കണം എന്നൊക്കെ സാർ പറഞ്ഞതാണ്. സാർ നടന്നില്ല. പക്ഷെ പിന്നെ എനിക്കത് ആ ലെവലിൽ പോകാൻ പറ്റിയില്ല. പിന്നെ BSc നഴ്സിംഗ് ലെവലിൽ പോയി. ഡിപ്പാർട്ട്മെന്റ് അത് വിട്ടുപോയി. നമ്മളെ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സിംഗ് ഡോക്ടറായിട്ട് അതിനുശേഷമാണ് ഞാൻ ശരിക്കും സാർ അന്ന് പറഞ്ഞ കാര്യം 42 വർഷങ്ങൾക്ക് ശേഷം ഈ കവിതാ സമാഹാരം എഴുതി സാറിന് ആശാൻ സ്മാരകത്തിൽ പോയി പൊന്നാട അണിയിച്ച് കവിതയും കൊടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു. ഗുരുത്വം ഉണ്ടായില്ലോ. ശരി, അപ്പം പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത് വളരെ നന്ദിയുണ്ട് ചേച്ചിയോട്. ഇനിയും എപ്പോഴെങ്കിലും ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കാൻ നമുക്ക് അവസരം